കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പേരാണ് പാലക്കാട് നഗരസഭ. അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കോട്ടകൾ തകർത്ത് വികസനത്തിന്റെ പുതിയ ചരിത്രം കുറിക്കാൻ BJP ഒരുങ്ങുമ്പോൾ ആ പോരാട്ടത്തിന് ആവേശം പകരാൻ ഒരു കരുത്തുറ്റ വനിതാ നേതാവ് കൂടി എത്തുകയാണ്. മറ്റാരുമല്ല, ശോഭാ സുരേന്ദ്രൻ. രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് സ്ത്രീകൾ സജീവമാണെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ പോരാടുന്ന ശോഭാ സുരേന്ദ്രനെ പോലെ ജനമനസ്സുകളിൽ ഇത്രത്തോളം സ്വാധീനം ചെലുത്തിയ മറ്റൊരു നേതാവ് അപൂർവമാണ്. അതുകൊണ്ടാണ് അണികൾ അവരെ BJPയുടെ ഝാൻസി റാണി എന്ന അഭിമാനത്തോടെ വിശേഷിപ്പിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ എന്നത് വെറും ഒരു പേരല്ല, അതൊരു പോരാട്ടത്തിന്റെ ചരിത്രം തന്നെയാണ്. ശബരിമല പ്രക്ഷോഭകാലത്തായാലും ജനകീയ പ്രശ്നങ്ങളിൽ ഭരണകൂടത്തിനെതിരെ വിരൽ ചൂണ്ടുമ്പോഴെല്ലാം ശോഭാ സുരേന്ദ്രന്റെ ശബ്ദം എപ്പോഴും നീതിക്ക് വേണ്ടിയായിരുന്നു. പോലീസിന്റെ ലാത്തിക്കും ഭരണകൂടത്തിന്റെ വേട്ടയാടലിന് മുന്നിൽ ഭയന്നോടാത്ത ആ ധീരതയാണ് അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത്. പാലക്കാട് നഗരസഭയുടെ അമരത്തേക്ക് ഇത്തരമൊരു നേതാവ് എത്തുമ്പോൾ അത് ആ നാടിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് വാചാലരാകുന്നവർക്കിടയിൽ യഥാർത്ഥ സ്ത്രീ കരുത്ത് എന്താണെന്ന് തന്റെ പ്രവർത്തനങ്ങളിലൂടെ ശോഭാ സുരേന്ദ്രൻ കാണിച്ചു തന്നു. ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെല്ലാനും അവരുടെ കഷ്ടപ്പാടുകൾ കേൾക്കാനും പരിഹാരം കാണാനും അവർ എപ്പോഴും മുൻപന്തിയിലുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് എന്നത് വെറുമൊരു ഭരണസിരാ കേന്ദ്രമല്ല, മറിച്ച് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച വികസനത്തിന്റെ മാതൃകയാണ്. കഴിഞ്ഞ 2 വട്ടവും നഗരസഭയിൽ BJP കാഴ്ചവെച്ച ഭരണം ജനകീയമായിരുന്നു. കേന്ദ്ര സർക്കാർ പദ്ധതികൾ അതിന്റെ പൂർണ്ണ രൂപത്തിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ BJP കൗൺസിലർമാർക്ക് സാധിച്ചു. ഈ വികസന കുതിപ്പ് ഒന്നുകൂടി വേഗത്തിലാക്കാനും പാലക്കാടിനെ കേരളത്തിലെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റാനുമാണ് ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ BJP ലക്ഷ്യമിടുന്നത്. അഴിമതിയില്ലാത്ത സുതാര്യമായ ഭരണം എന്നതാണ് BJPയുടെ ഉറപ്പ്. ഈ കരുത്തുറ്റ നേതൃത്വം പാലക്കാടിന്റെ മണ്ണിൽ പുതിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ വികസന കുതിപ്പിന് തടയിടാനാണ് ഇവിടെ ഇടത് വലത് മുന്നണികൾ ശ്രമിക്കുന്നത്. ഇത്രയും കാലം പാലക്കാടിനെ മാറി മാറി ഭരിച്ചിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് എന്ത് നേട്ടമാണ് LDFും UDFും നൽകിയത്? പകൽ സമയം പരസ്പരം പഴിചാരുകയും രാത്രിയിൽ BJPയെ തോൽപ്പിക്കാൻ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഈ കൂട്ടരുടെ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അഴിമതിയുടെ കാര്യത്തിൽ UDFും ജനദ്രോഹ നടപടികളുടെ കാര്യത്തിൽ LDFും മത്സരിക്കുകയാണ്. വികസന മുരടിപ്പിന്റെയും സ്വജനപക്ഷപാതത്തിന്റെയും ഈ കോട്ടകൾ തകർക്കാൻ സമയമായി. അഴിമതിക്കാരായ ഈ 2 മുന്നണികളെയും പടിക്ക് പുറത്തു നിർത്തി വികസനത്തിന്റെ താമര വിരിയിക്കാൻ പാലക്കാട് ഒരുങ്ങിക്കഴിഞ്ഞു. ശോഭാ സുരേന്ദ്രൻ എന്ന ഝാൻസി റാണിയുടെ നേതൃത്വത്തിൽ പാലക്കാട് ഇനി വിജയഗാഥകൾ രചിക്കും. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയും കരുത്തുറ്റ ഒരു വനിതാ നേതാവിനെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാകില്ല. പുരുഷാധിപത്യം കൊടികുത്തി വാഴുന്ന രാഷ്ട്രീയ ഗോതിയിൽ ആരുടെ മുന്നിലും പതറാതെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന ഒരേ ഒരു പേരെ ഇന്ന് കേരളത്തിലുള്ളൂ. അത് ശോഭാ സുരേന്ദ്രനാണ്. വെറും ഒരു നേതാവ് എന്നതിലുപരി സാധാരണക്കാരുടെ വികാരമായി മാറാൻ അവർക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ജാതിമത ഭേദമന്യേ പാലക്കാട്ടെ ജനങ്ങൾ അവരെ BJPയുടെ ഝാൻസി റാണി എന്ന് വിളിക്കുന്നത്. പോലീസിന്റെ ലാത്തിക്കും ഭരണകൂടത്തിന്റെ ഭീഷണികൾക്കും മുന്നിൽ നെഞ്ചുവിരിച്ചു നിൽക്കുന്ന ശോഭയെ പോലൊരു പെൺകരുത്ത കേരള ചരിത്രത്തിൽ തന്നെ ഒരു അപൂർവ പ്രതിഭാസമാണ്. പല വനിതാ നേതാക്കളും രാഷ്ട്രീയത്തിൽ വരുന്നുണ്ടെങ്കിലും പലപ്പോഴും അവർ പുരുഷ നേതാക്കളുടെ നിഴലായി ഒതുങ്ങിപ്പോകാറാണ് പതിവ്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ അങ്ങനെയല്ല. അവർ സ്വന്തമായി വഴിവെട്ടി തുറന്ന പോരാളിയാണ്. ഓരോ പ്രസംഗത്തിലും ഓരോ സമരമുഖത്തും അവർ പ്രകടിപ്പിക്കുന്ന ആവേശം അണികൾക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. പാലക്കാട് നഗരസഭയുടെ ഭരണം നിലനിർത്താൻ BJP ഇറങ്ങുമ്പോൾ അവിടെ ശോഭയെ പോലൊരു നേതാവ് മുന്നിൽ നിൽക്കുന്നത് തന്നെ വിജയത്തിന്റെ പകുതി ഉറപ്പാണ്. അഴിമതിക്കും അനീതിക്കുമെതിരെ വിരൽ ചൂണ്ടാൻ അവരെ പോലെ കരുത്തുള്ള മറ്റാരെയാണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്? BJPയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് എന്നത് വെറും ഒരു നഗരസഭയല്ല, മറിച്ച് താമര വിരിഞ്ഞ വികസനത്തിന്റെ കോട്ടയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ ഓരോ വീട്ടിലും എത്തിക്കുന്നതിൽ BJP ഭരണം വലിയ വിജയം കണ്ടു. ശുചിത്വമുള്ള നഗരം, മെച്ചപ്പെട്ട റോഡുകൾ, സാധാരണക്കാർക്ക് ആശ്വാസമേകുന്ന പദ്ധതികൾ, ഇങ്ങനെ പാലക്കാടിന്റെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുകയാണ്. ഈ വികസന കുതിപ്പ് തുടരാനും പാലക്കാടിനെ കേരളത്തിന്റെ മാതൃകാ നഗരമാക്കാനും ശോഭാ സുരേന്ദ്രന്റെ കരുത്തുറ്റ നേതൃത്വം അനിവാര്യമാണ്. ഈ പോരാട്ടം വെറുമൊരു അധികാര കൈമാറ്റത്തിനുള്ളതല്ല, മറിച്ച് പാലക്കാടിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ളതാണ്. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും.
പലപ്പോഴും അധികാരത്തിന്റെ തണലിൽ സുരക്ഷിതമായിരിക്കാനാണ് പല നേതാക്കളും ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ കല്ലും മുള്ളും നിറഞ്ഞ പാതകളിലൂടെ നടന്ന ജനലക്ഷ്യങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഒരു നേതാവുണ്ടെങ്കിൽ അത് ശോഭാ സുരേന്ദ്രനാണ്. തളർത്താൻ നോക്കിയവർക്കും തകർക്കാൻ നോക്കിയവർക്കും മുന്നിൽ തോറ്റുകൊടുക്കാതെ പോരാടിയ ആ ധീരതയാണ് അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത്. അതുകൊണ്ടാണ് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച ഏറ്റവും കരുത്തുറ്റ ഈ വനിതാ സാന്നിധ്യം പാലക്കാടിന്റെ മണ്ണിൽ പുതിയൊരു മാറ്റത്തിന് തിരികൊളുത്തുമെന്നത് നാം ഉറച്ചു വിശ്വസിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് എന്നത് വെറുമൊരു പരീക്ഷണശാലയല്ല, മറിച്ച് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിന്റെ കേന്ദ്രമാണ്. ആ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ ശോഭാ സുരേന്ദ്രനെ പോലെ ആർജവവുമുള്ള ഒരു നേതൃത്വം അനിവാര്യമാണ്. വാഗ്ദാനങ്ങൾ വെറും വാക്കുകളിൽ ഒതുങ്ങുന്ന രാഷ്ട്രീയമല്ല BJPയുടേത്. ഓരോ സാധാരണക്കാരന്റെയും അടുക്കളയിൽ വരെ ക്ഷേമമെത്തിക്കുന്ന വികസന മാതൃകയാണ് ഇവിടെ പ്രാവർത്തികമാകുന്നത്. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം വോട്ട് ചോദിച്ചു വരുന്ന ഈ മുന്നണികൾക്ക് ഒരു അജണ്ട മാത്രമേ ഉള്ളൂ. അത് BJP ചെയ്യുന്ന വികസനം തടയുക എന്നതാണ്. ഇതിനായി അവർ നടത്തുന്ന കൂട്ടുകെട്ടുകളെ തകർക്കാൻ ശോഭയെ പോലൊരു കരുത്തുറ്റ നേതാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എത്രയൊക്കെ വേട്ടയാടാൻ നോക്കിയാലും എത്രയൊക്കെ അപവാദങ്ങൾ പ്രചരിപ്പിച്ചാലും ശോഭാ സുരേന്ദ്രൻ എന്ന പോരാളി തളരില്ല. കാരണം അവർക്ക് പിന്നിൽ ആയിരക്കണക്കിന് സാധാരണക്കാരുടെ പ്രാർത്ഥനയുണ്ട്. എതിരാളികളുടെ കുപ്രചരണങ്ങൾക്ക് വികസനം കൊണ്ട് മറുപടി നൽകാൻ ശോഭ തയ്യാറെടുത്തു കഴിഞ്ഞു. പലരും രാഷ്ട്രീയത്തിൽ വരുന്നത് അധികാരം ആസ്വദിക്കാനാണ്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ രാഷ്ട്രീയത്തിൽ നിലകൊള്ളുന്നത് സാധാരണക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ്. ഒരു MLAയോ മന്ത്രിയോ അല്ലാതിരുന്നിട്ടും കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിലെ ജനകീയ സമരങ്ങളുടെ മുൻനിരയിൽ നമ്മൾ ആ മുഖം കണ്ടു. അധികാരമില്ലെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ പോരാടാമെന്ന് തെളിയിച്ച നേതാവാണവർ. പാലക്കാട് നഗരസഭയുടെ ഭരണം ശോഭയെ പോലെ ഒരു പോരാളിയുടെ കയ്യിൽ ലഭിക്കുമ്പോൾ അത് ഓരോ സാധാരണക്കാരനും ലഭിക്കുന്ന സുരക്ഷിതത്വമാണ്. കേരളം ഇന്ന് കടന്നു പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും മോശമായ ഒരു ഭരണകാലഘട്ടത്തിലൂടെയാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ ജനങ്ങളെ പിടിച്ചു പറിക്കുന്ന ഒരു ഭരണ സംവിധാനമായി മാറിയിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കൊണ്ടും സാധാരണക്കാരന്റെ നട്ടലൊടിക്കുന്ന നികുതി പരിഷ്കാരങ്ങൾ കൊണ്ടും കേരളം വീർപ്പുമുട്ടുകയാണ്. സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന പിണറായിയും സംഘവും ജനങ്ങളുടെ സങ്കടം കാണുന്നില്ല. കേരളത്തെ കടക്കെണിയിലാക്കി മുടിപ്പിച്ച ഈ സർക്കാരിനെതിരെ ശബ്ദമുയർത്താൻ ഇവിടെ ആരുണ്ട്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ശോഭാ സുരേന്ദ്രൻ. ആണുങ്ങൾ പോലും പിണറായി വിജയന്റെ പോലീസിനെ പേടിച്ച് ഒളിച്ചിരിക്കുമ്പോൾ തെരുവിൽ നെഞ്ചു വിരിച്ചു നിന്ന് ഈ ഭരണകൂടത്തെ വിറപ്പിച്ചത് ആ സ്ത്രീയാണ്. ആ തന്റെ ഇടമാണ് പാലക്കാടിന്റെ മണ്ണിൽ BJPയുടെ കരുത്തെന്ന് പറയുന്നത്. പിണറായിയുടെ ഈ ദുർഭരണത്തിന് കുടപിടിക്കുന്ന പണിയാണ് ഇവിടെ UDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിയമസഭയിൽ ചായ കുടിച്ച് പിരിയുന്ന പ്രതിപക്ഷമല്ല നമുക്ക് വേണ്ടത്. BJP പാലക്കാട് ഭരിക്കുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ CPMഉം കോൺഗ്രസും നടത്തുന്ന രഹസ്യ ചർച്ചകൾ നാം കാണുന്നതാണ്. തങ്ങളുടെ അഴിമതി കോട്ടകൾ തകരുമെന്ന ഭയമാണ് ഇവരെ BJPക്കെതിരെ ഒന്നിപ്പിക്കുന്നത്. പാലക്കാട് നഗരസഭയിൽ BJP കൊണ്ടുവന്ന വികസന നേട്ടങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ ഇവർക്ക് സാധിക്കുമായിരിക്കും. പക്ഷേ ജനങ്ങൾക്കറിയാം, കേന്ദ്ര പദ്ധതികൾ മുടക്കം കൂടാതെ വീടുകളിൽ എത്തിയത് താമര ഭരണമുള്ളതുകൊണ്ടാണ്. കേരളം മുഴുവൻ അഴിമതിയിൽ മുങ്ങി നിൽക്കുമ്പോൾ പാലക്കാട് മാത്രം വികസനത്തിന്റെ വെളിച്ചം കാണുന്നത് ഇവിടെ BJPയുടെ ഭരണ മാതൃകയുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് വെറും ഒരു വോട്ട് ചെയ്യലല്ല, ഇത് പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള താക്കീതാണ്. അഴിമതിയുടെ കാര്യത്തിൽ LDFനോട് മത്സരിക്കുന്ന UDFനെ തൂത്തെറിയാനുള്ള അവസരമാണിത്. കേരളം കണ്ട ഏറ്റവും കരുത്തുറ്റ വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രൻ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ പാലക്കാട് ഒരു സന്ദേശമായി മാറും. അഴിമതിക്കും ഏകാധിപത്യത്തിനും ഈ മണ്ണിൽ സ്ഥാനമില്ലെന്ന സന്ദേശം. വാഗ്ദാനങ്ങൾ മാത്രം നൽകി ജനങ്ങളെ പറ്റിക്കുന്ന ഇടത് വലത് മുന്നണികൾക്ക് ഈ തിരഞ്ഞെടുപ്പ് അവരുടെ രാഷ്ട്രീയ അന്ത്യത്തിന്റെ തുടക്കമാകും. പാലക്കാടിന്റെ തെരുവുകൾ ഇനി ശാക്തീകരിക്കപ്പെടാൻ പോകുന്നത് ഈ പോരാളിയുടെ വാക്കുകൾ കൊണ്ടാണ്. വികസനം ആഗ്രഹിക്കുന്നവർക്ക് ശോഭ ഒരു പ്രതീക്ഷയാണ്. എന്നാൽ നാടിനെ കൊള്ളയടിക്കുന്നവർക്ക് അവർ ഒരു പേടി സ്വപ്നമാണ്. പിണറായിയുടെ ധാർഷ്ട്യത്തിന് പാലക്കാട് നൽകുന്ന മറുപടി ശോഭാ സുരേന്ദ്രന്റെ വിജയമായിരിക്കും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.